ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്താണെന്നറിയോ? ഇന്നൊരു ഫ്ലവർ ഡെക്കറേഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാനും നല്ല ഭംഗിയാണ്. എന്ത് ഭംഗി അത് കാണാനായിട്ട്, എനിക്കത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റണില്ല. അത്രയ്ക്കൊരു ഭംഗിയാണ് അത് കാണാനായിട്ട്. നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും അത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ. പൗലോസേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. പൗലോസേട്ടൻ എപ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങണത് കേട്ടോ. അപ്പോൾ പൗലോസേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു പൗലോസേട്ടനൊന്നും പറഞ്ഞില്ല എന്ത് ഡിസൈനൊന്നും വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലൊരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ല ഭംഗിയായിട്ടൊക്കെയാണ് കേട്ടോ തോന്നിയത്. കുറച്ച് റോസ് ഫ്ലവറും അതിൻ്റെ മുകളിലും താഴത്തൊക്കെ വച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് കാണാനായിട്ട് നല്ലൊരു ലുക്കാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലവർ ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. ഇതത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. കുറച്ച് റോസ് ഫ്ലവർ വയ്ക്കണോ, അത് കഴിഞ്ഞ് കുറച്ച് നോസിലൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ഈ സൈഡിലും ഫ്ലവറിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യണത്. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് ഞാൻ ഇടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ അത് കാണുമ്പോൾ. പൗലോസേട്ടനാണെങ്കിൽ ഹെവി വർക്കുകളാണ് ഇഷ്ടം. ഞാൻ ഡിസൈൻ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ പുള്ളി തരുന്നത് ഇതുപോലത്തെ ഹെവി വർക്കുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു കൊടുത്തത്. അപ്പോൾ ആൽവിൻ മോൻ്റെയാണ് ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആൽവിൻ എഴുതിയ ഒരു ലാസ്റ്റ് ഞാൻ അത് എഴുതണത് എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം.